നിലമ്പൂരിൽ വനം വകുപ്പിന്റെ സോളാർ വൈദ്യുതി വേലിയിൽ തട്ടി യുവാവിന് ഗുരുതര പരിക്ക്. കാട്ടാന പ്രതിരോധത്തിന് സ്ഥാപിച്ച സോളാർ വൈദ്യുതി വേലിയിൽ തട്ടിയാണ് അപകടമുണ്ടായത്. തലയ്ക്ക് ഷോക്കേറ്റ മമ്പാട് സ്വദേശി സിദ്ദിഖിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്നുണ്ട്. ഷഹദ്, സിദ്ദിഖിന്റെ ആരോഗ്യനില എങ്ങനെയാണ് സിദ്ദിഖ് അപകടത്തിൽപ്പെട്ടത്? ഇന്ന് രാവിലെയാണ് ഗോപി ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത്. നിലമ്പൂർ മമ്പാടാണ് വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള ഈ സോളാർ വൈദ്യുതി വേലി തട്ടി അപകടം സംഭവിക്കുന്നത്. കാട്ടാന പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വേലികൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണഗതിയിൽ വൈകിട്ട് 6 മണിക്ക് ഇത് ഓൺ ചെയ്യും, തുടർന്ന് വൈകിട്ട് 6 മണിക്ക് അത് ഓഫ് ചെയ്യുന്നതാണ് പതിവ്. എന്നാൽ ഇത്തവണ അത് ഓഫ് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ചാലിയാറിൽ കുളിക്കാൻ വേണ്ടി പോകുന്ന ഘട്ടത്തിൽ ഈ യുവാവിന് ഇതിൽ ഷോക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തലയ്ക്കാണ് ഷോക്ക് ഏറ്റിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. മമ്പാട് ടാണ സ്വദേശിയാണ് ഈ പൊന്നാങ്കടവിൽ സിദ്ദീഖ് എന്ന് പറയുന്നത്. 38 വയസ്സാണ് ഇദ്ദേഹത്തിനുള്ളത്. ഈ പ്രദേശത്ത് ദിവസവും നിരവധി ആളുകൾ ഇത്തരത്തിൽ കുളിക്കാനും മറ്റും വരുന്നതാണ്. ആ ഒരു ഘട്ടത്തിൽ ഇത് ഓഫ് ചെയ്യാൻ മറന്നുപോയത് വലിയൊരു ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയായിട്ടാണ് ഇപ്പോൾ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ. എന്തായാലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു അശ്രദ്ധയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായിട്ടുള്ളത്. ശരി, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.